ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ബോർഡ് ഓഫ് പീസിലേക്ക് ഭാരതത്തെ ക്ഷണിച്ച് അമേരിക്ക. ഭാരതത്തിലെ അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഗാസയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ഒന്നിച്ച് പ്രവർത്തിക്കാം എന്നാണ് വൈറ്റ് ഹൌസ് കൈമാറിയ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് ബോർഡ് ഓഫ് പീസിലേക്ക് ടോണി ബ്ലെയർ, മാർക്കോ റൂബിയോ എന്നിവരെ നാമനിർദ്ദേശം ചെയ്തത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, നമ്മൾ ഈ പീസ് ബോർഡിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. പക്ഷേ ഇപ്പോൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് ഭാരതത്തെ ക്ഷണിച്ചിരിക്കുകയാണ്, കത്ത് നൽകിയിരിക്കുകയാണ് ഭാരതത്തിന്. എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നു? തീർച്ചയായും രാഖി, ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങൾ തീർച്ചയായും ആ പശ്ചാത്തലമാണ്. അതായത് ഈ എന്തുകൊണ്ടാണ് പീസ് ബോർഡ് രൂപീകരിക്കുന്നത്, ആ പീസ് ബോർഡിൻ്റെ പ്രവർത്തനം എന്ത് എന്ന് കൃത്യമായി പരാമർശിക്കുന്ന ഒരു കത്താണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സർക്കാരിന് കൃത്യമായി ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ട്രംപിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ സ്ഥാനപതി തന്നെ അത് കൃത്യമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥിരീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ വാർത്തകൾ പുറത്തു വരികയും അതിൻ്റെ ഗൗരവം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 11 വർഷത്തോളമായി കൃത്യമായ ഇടപെടൽ ലോകരാഷ്ട്രീയത്തിൽ നടത്തുന്ന ഒരു മികച്ച നേതാവ് കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് ഈ ഒരു കത്തിൻ്റെ പ്രാധാന്യത്തെ വിലയിരുത്തേണ്ടത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. പ്രധാനമായും എടുത്തു പറയേണ്ടത് പീസ് ബോർഡ് രൂപീകരിക്കുന്ന വിഷയം, പീസ് ബോർഡ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. ആ കൂട്ടത്തിൽ തന്നെ ടോണി ബ്ലെയറിനെയും അതുപോലെ തന്നെ മാർക്കോ റൂബിയോയും നിയോഗിക്കുന്നു. ട്രംപ് തന്നെ ആ ബോർഡിൻ്റെ ചെയർമാനാകുന്നു. ഈ എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തരത്തിലൊരു കത്ത്, ഭാരതത്തിൻ്റെ ഭാഗമാകണമെന്ന, ഭാരതം ആ പീസ് ബോർഡിൻ്റെ ഭാഗമാകണമെന്ന കത്ത് ലഭിച്ചിരിക്കുന്നത്. ആ കത്ത് ലഭിക്കാനുണ്ടായിരിക്കുന്ന പ്രേരണ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് വെച്ച ആശയമാണ്. ഭീകരവിരുദ്ധ ആശയം കഴിഞ്ഞ 11 വർഷമായി അന്താരാഷ്ട്ര വേദികളിൽ തുടർച്ചയായി ഉന്നയിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതൊരു പ്രധാന വിഷയമാണ്. മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ പക്ഷത്താണ് തങ്ങളെന്ന് കൃത്യമായും ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന വിദേശ നയതന്ത്രത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലപാടുകളിൽ പറയുന്നുണ്ട്. അതായത് സമാധാനത്തിൻ്റെ പക്ഷത്താണ്, രണ്ട് പക്ഷത്തല്ല. യുദ്ധമുണ്ടാകുമ്പോൾ ഒരു നിഷ്പക്ഷരല്ല, സമാധാനത്തിൻ്റെ പക്ഷത്താണെന്ന് കൃത്യമായി പറയുകയും ബുദ്ധൻ്റെ നാട്ടിൽ നിന്ന് വരുന്നു എന്ന് കൃത്യമായി പലയിടങ്ങളും റഷ്യയിലും അതുപോലെ തന്നെ യുക്രൈനിലുമൊക്കെ പറയുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. അതായത് സമാധാനം ഏത് രീതിയിൽ സ്ഥാപിക്കപ്പെടണം എന്നത് സംബന്ധിച്ച ഉൾക്കാഴ്ച തങ്ങളുടെ രാജ്യത്തിൻ്റെ നയിക്കുന്ന തത്വങ്ങളുടെ ആ ഉപജ്ഞാതാവ് തന്നെ പറയുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ബുദ്ധനെ തന്നെ കോട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിരുന്നത്. ആ ഒരു സാഹചര്യം കൂടി പരിശോധിക്കുമ്പോഴാണ് സമാധാനത്തിലേക്കുള്ള ലോകത്തെ നയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം അനിവാര്യമാണ്, അല്ലെങ്കിൽ വേണ്ടതുണ്ട് എന്ന ഒരു നിലപാടിലേക്ക് അന്താരാഷ്ട്ര സംവിധാനങ്ങളെല്ലാം തന്നെ എത്തുന്നതും പ്രത്യേകിച്ചും ട്രംപിൻ്റെ ഈ കത്ത് പരിശോധിക്കുകയും ചെയ്യേണ്ടത്. ഇനി പീസ് ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ അടുത്ത ദിവസമാണ് ടോണി ബ്ലെയറിനെ നിയോഗിച്ചത്. ടോണി ബ്ലെയർ ആണ് പീസ് ബോർഡിൻ്റെ CEO പോലെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു സെക്രട്ടറിയൊക്കെ പോലെ പ്രവർത്തിക്കുക. മെമ്പർ സെക്രട്ടറി എന്നൊക്കെ നമുക്ക് താരതമ്യേന അതിനെ കമ്പയർ ചെയ്യാവുന്ന രീതിയിൽ അദ്ദേഹമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. മാർക്കോ റൂബിയോ അതിൽ അംഗമാണ്. ട്രംപ് ആയിരിക്കും അതിൻ്റെ ചെയർമാൻ എന്നും അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഖത്തർ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അതിൽ അംഗങ്ങളാണ്. മറ്റു വിവിധ രാജ്യങ്ങളും അതിൽ അംഗങ്ങളാണ്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് സമാധാന പുനഃസ്ഥാപനത്തിൻ്റെ ഭാഗമായുള്ള നയതന്ത്ര ഇടപെടലുകൾ നടത്തുകയും അത്തരത്തിൽ ജനങ്ങളോട് സംവദിക്കുകയും ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഇടപെടൽ നടത്തുകയും ചെയ്യുക എന്ന നിർണായകമായ ഒരു ഉത്തരവാദിത്വമായിരിക്കും ഭാരതത്തെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഭാരതം ഏറ്റെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏറ്റവും നിർണായകമായ, ഒരു പക്ഷേ ഭാവിയിൽ ഭാരതത്തിൻ്റെ ആ ഒരു ഇടപെടൽ അന്താരാഷ്ട്ര തലത്തിൽ ആ സമാധാന ഇടപെടലായി ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായേക്കാം എന്നൊരു വാസ്തവം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ ഈ ട്രംപിൻ്റെ ഇൻവിറ്റേഷൻ്റെ, അല്ലെങ്കിൽ ട്രംപ് ക്ഷണിച്ചതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും.